അതെ ചേട്ടാ, പറയുന്നോണ്ടേ ഒന്നും തോന്നരുത്. ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. കാഴ്ചപ്പാട് വേണം പിന്നെ. അതെ, വീട്ടിൽ അറിയിക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. എന്ത് ബുദ്ധിമുട്ട്? കാണാം. അപ്പൊ സ്ഥലം ആലോചിച്ചിട്ട് ഞാൻ അറിയിക്കാം നാളെ രാവിലെ. ഓക്കെ 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 ശരി. ശരി. നെഞ്ചിനുള്ളിൽ മുള്ളുകൊണ്ടപ്പോൾ അവിടെ പോണ ഞാനേ ആ കൃഷി ഓഫീസ് വരെ പോണം. കൃഷിയാവില്ല ഞാനാണ്. എനിക്ക് അവിടെ നേരെ സഹകരണ ബാങ്കിൽ പോകാനുള്ളതാ. സാറിന്റെ ബാങ്കിൽ എന്തിന്? ചേട്ടാ, മനുഷ്യരായ കുറച്ച് സഹകരിക്കാൻ പഠിക്കണം. സഹകരണ മനോഭാവം വേണം. അവിടെ പോയി നാലാളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സഹകരിക്കാനുള്ളൊരു മനസ്സ് വരും. ഏട്ടൻ എന്നോട് സഹകരിക്കണം. സഹകരിച്ചേ പറ്റും. തീരെ സഹകരണമില്ലാത്ത മനുഷ്യന്മാർ. അല്ല സത്യം വാ. ഹലോ. ആ രേവതി എത്തിയായിരുന്നു? ഇല്ല ചേട്ടാ, വന്നോണ്ടിരിക്കുക. അല്ല, ഞാനൊരു അരമണിക്കൂർ മുമ്പ് എത്തി നിന്നേ. അയ്യോ ആണോ? അതില്ല, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാനൊരു നീല കാറിലാട്ടോ വരുന്നേ. ആ നീലക്കാറിലാണോ വരുന്നത്? ഞാനൊരു നീല ഷർട്ട് ഇട്ടോട്ട് നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ. മനപ്പുരുത്തം നീലക്കാറും നീല പരിമിതങ്ങളായ ഭാഗ്യക്കുറികൾ പ്രൗഢഗംഭീരമായ സമ്മാനങ്ങൾ കോർത്തിണക്കിയ തിങ്കളാഴ്ച ഭാഗ്യക്കുറി ഇന്നാണ് സൗഭാഗ്യ സമ്മാനങ്ങൾ നിത്യവും നേടിക്കൊടുത്ത് പേരും പെരുമയും നേടുന്ന ഞങ്ങളുടെ പക്കൽ നിന്നും ഭാഗ്യമുദ്രകൾ സ്വന്തമാക്കൂ. ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യ സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സുപരിചിത 75 ലക്ഷം രൂപ 40 രൂപയ്ക്ക് ഒന്നാം സമ്മാനവുമായി കേരളം. രാജേഷ് ചേട്ടനല്ലേ? രേവതി, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് മാറിന്നാലോ? എവിടെ വേണോ മാറി നിൽക്കാം. ഉത്തമേട്ടം പറഞ്ഞത് ശരിയാ. രേവതി രാജേഷ്. നെഞ്ചിനുള്ളിൽ മുള്ളു കൊണ്ട പോൽ കള്ളനോട്ടമാലെ കണ്ണെറിഞ്ഞവൾ, ഏറെ നാളായി ഞാൻ കൊതിച്ച പോൽ പെണ്ണൊരുത്തി മുന്നിൽ പുഞ്ചിരിച്ചുപോയി. നാട് നീളെ തേടി പെണ്ണിനായി നാട്ടുകാരും മോഹിച്ചൻ കെട്ടിനായി. പ്രേമമഞ്ഞാലെ നീ എൻ്റെ മെയ് മൂടവേ